ചരിത്ര വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ, പല ആൾക്കാരെന്ന് പറയുമ്പോൾ വിശിഷ്യ ഈഴവരും പുലയ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ഞങ്ങൾ മണ്ണിൻ്റെ മക്കളാണ്, ആര്യന്മാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ദ്രാവിഡരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നൊക്കെ ഓരോ ഗീർവാണവും കമൻറ്റും ഒക്കെ താഴെ ചെയ്തിടാറുണ്ട്. ഏറെക്കുറെയൊക്കെ ഞാൻ പ്രതികരിക്കാറുമുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദ്രാവിഡരും ആര്യന്മാരെ പോലെ ഇങ്ങോട്ടത്തേക്ക് വലിഞ്ഞു കയറി വന്ന മനുഷ്യന്മാർ തന്നെയാണ് കുറേ നാൾക്ക് മുമ്പ് തന്നെ. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എസ്പെഷ്യലി പുലയ വിഭാഗത്തിനോടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നിങ്ങളും ബ്രാഹ്മണ്യവുമായിട്ട് ചേർന്ന് വന്നവരോ അതുമല്ലെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വിഭാഗവുമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുലയർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിയാണ്. നെല്ല് എന്ന് പറയുന്നൊരു സാധനത്തിനെ ഇന്ത്യൻ കോണ്ടിനെൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആര്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോർഫാദേഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മണർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. പുലയരെന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമല്ല, അടിച്ചമർത്തിയ മനുഷ്യന്മാരും കൂടിയിട്ടാണ്. പറയരെയും പാണന്മാരെയും കുറവന്മാരെയും ഒക്കെ തന്നെ വളരെ ഗംഭീരമായി, ഭംഗിയായി, വൃത്തിയായിട്ട് അടിച്ചമർത്തിയ മനുഷ്യന്മാർ കൂടിയിട്ടാണ് പുലയന്മാർ. SC വിഭാഗത്തിൻ്റെ റിസർവേഷൻ എടുത്തു നോക്കുമ്പോൾ 90% അന്നും ഇന്നും നേടിയെടുക്കുന്നതും ഈ പുലയ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. പറയന്മാരും പാണന്മാരും കുറവന്മാരും മറ്റ് എണ്ണിയാലൊടുങ്ങാത്ത SC വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരൊക്കെ തന്നെ അന്നത്തെ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണ്യം അയിത്തം ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ തന്നെ പുലയ വിഭാഗം പറയുമ്പോൾ പോലും അതേ രീതിയിൽ തന്നെ ഒട്ടും അതിൻ്റെ കാഠിന്യം ചോർന്നു പോകാതെ, വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ കാഠിന്യത്തോട് കൂടിയിട്ടാണ് അയിത്തം പുലയന്മാർ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ തന്നെ അനുചരിച്ച് പോയിരുന്നത്. ഇതിനകത്തുനിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ ബ്രാഹ്മണ്യത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം ഇപ്പോഴും അതോടൊപ്പം തന്നെ ഇതിനു മുമ്പും പുലയന്മാർ പേറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഗിരിവർഗക്കാർ ഇത്തരത്തിലുള്ള അയിത്തങ്ങൾ ഒന്നും ആചരിച്ചു പോയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ ഈ സംസാരിക്കുന്ന ഞാനോ എൻ്റെ പൂർവികരോ ഒന്നും തന്നെയല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഗിരിവർഗക്കാരാണ്. അതായത് ഓർഗനൈസ്ഡ് കൃഷി വരുന്നതിന് മുമ്പും റിവർ ബേസ്ഡ് സിവിലൈസേഷൻ വരുന്നതിന് മുമ്പും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു പറ്റം ഗിരിവർഗക്കാരുണ്ട്. കേരളത്തിൻ്റെ ഉൾക്കാടുകളിൽ കാണപ്പെടുന്ന ചോലനായ്ക്കർ എന്ന് പറയുന്ന വിഭാഗം, ആ ജനത ഈ നാടിൻ്റെ യഥാർത്ഥ മണ്ണിൻ്റെ മക്കളാണ്. അല്ലാതെ ഇന്ന് ഈ ഗീർവാണം അടിക്കുന്ന പുലയനും പറയനും കുറവനും ഈഴവനും നായരും നമ്പൂതിരിയും ഒന്നുമല്ല ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന മക്കൾ.